ഈവനിങ് ടു എവരിബഡി, എസ്പെഷ്യലി ടു അച്ഛൻ. അച്ഛൻ്റെ അഡ്രസ്സ് വളരെ ഭംഗിയായിരിക്കുന്നു. ചിരിക്കാനുള്ള ഒരു മാർഗം അച്ഛൻ തന്നു. മാത്രമുള്ള ഞാനും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, മാത്രമുള്ളയും ഞാനും കൂടെ ഒരു 13 വർഷമായിട്ട് ഒരു ദിവസം പോലും ജീവിതത്തിൽ വിളിക്കാത്ത ദിവസങ്ങളില്ല. അത് വിളിക്കുന്നത് 11 മണിക്കും 11:30ക്കും ഇടയ്ക്ക. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും, മാത്രമുള്ള ലഞ്ച് കഴിയുമ്പോൾ, മാത്രമുള്ള എക്സർസൈസിന് പോയിരിക്കുന്ന സമയമായിരിക്കും. അതിന് മാത്രമുള്ള എവിടെയാ, പാടത്താണോ എന്ന് ചോദിക്കും, പാടത്തോടുകയാണോ എന്ന്. അങ്ങനെ വളരെ നിഷ്കൃഷ്ടയും സത്യസന്ധതയുമുള്ള ഒരാളാണ്. ബൈബിളിനെ കുറിച്ച് ചിലപ്പോഴൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ ബൈബിൾ മുഴുവനും വായിച്ചിട്ടുണ്ട്. എൻ്റെ 17 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെ ഞാൻ പാറ്റ്ന മെഡിക്കൽ കോളേജിലാണ് നേഴ്സിംഗ് പഠിച്ചത്. അവിടെ 35 സ്റ്റുഡൻസിൽ 10 ബീഹാരി സ്റ്റുഡൻസ്, അവരെല്ലാം ബീഹാരികൾ, ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ. 24 ക്രിസ്ത്യൻ മലയാളീസ്, ഞാൻ മാത്രം ഒരു ഹിന്ദു മലയാളി. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ ഒന്നും പോകാൻ മാർഗമില്ല. അങ്ങോട്ട് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം, ചെറുപ്പത്തിലെ ഭഗവാൻ കൃഷ്ണനെന്ന് പഠിച്ചു, ആറന്മുളയാണ് ജനിച്ചത്. അപ്പോൾ ഞാൻ മാസത്തിൽ 1-2 ഞായറാഴ്ച അവധി കിട്ടുമ്പോൾ കുമ്പനാട്ടുകാരെത്തി ഒരു റേച്ചലമ്മയുടെ കൂടെ പാറ്റ്നയിലെ പെന്റിക്കോസ്റ്റൽ ഹൗസിൽ പോകുമായിരുന്നു. അന്ന് അവിടെ പാസ്റ്ററായിരുന്നത് ഇടയാറുമ്പക്കാരൻ നൈനാൻ മാത്തു എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹമായിരുന്നു. പാറ്റ്ന കോളേജിലെ പ്രൊഫസറായിരുന്നു പെന്തിക്കോസ്ത് സഭയുടെ അവിടെ. അപ്പോഴവരുടെ പാട്ടിനോടും എല്ലാം എനിക്ക് വളരെ, ഇവിടെ ചില പെണ്ണുങ്ങളൊക്കെ എൻ്റെ പ്രായത്തിൽ പറയും എനിക്ക് പെന്തിക്കോസ്ത് സംസ്കാരമാണെന്ന്. ഞാൻ പറയും സംസ്കാരം എന്തായാലും ഞാൻ ഒരു മനുഷ്യജീവിയാണ്. മനുഷ്യരെ സ്നേഹിക്കുക, മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുക. മതം എന്തായാലും വേണ്ടില്ല, മനുഷ്യൻ നന്നാകണം. അതാണ് എൻ്റെ ഫിലോസഫി. അമ്പലത്തിൽ പോകുമ്പോഴവിടെ ഇവിടെ വരുന്നു, ഞാൻ സൈലൻ്റായിട്ട് മിക്കവാറും പാട്ടുകളൊക്കെ എനിക്കറിയാം. ന്യൂ ടെസ്റ്റ്മെന്റ് ഞാൻ വായിച്ചിട്ടുണ്ട് മുഴുവനും. ഇന്നും എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ വന്ന ജീസസിൻ്റെ ഒരു പടം അവിടെയുണ്ട്. എല്ലാം ഒന്ന് തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും മാത്രമുള്ള വളരെ സത്യസന്ധതയും കൃത്യനിഷ്ഠതയും ബൈബിളിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഇറങ്ങിത്തിരിച്ച ഉദ്യമം വളരെ നല്ലതാണ്. അതിൻ്റെ പാഠങ്ങളുടെ ഒക്കെ ഹെഡിങ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് മനുഷ്യജീവികൾക്ക്, മനുഷ്യരാശിക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് സമയമുള്ളപ്പോഴൊക്കെ എല്ലാവരും പോകണം. എനിക്ക് സമയം കിട്ടുമ്പോൾ എപ്പോൾ വരുമെന്ന് ഞാൻ പറയത്തില്ല, വരാൻ ശ്രമിക്കാം. ഈ അവസരം തന്നതിന് അച്ഛനും പാസ്റ്റർക്കും മാത്രമേക്കും എല്ലാ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു. ചെറുകര തോമസ്, മിസ്റ്റർ ചെറുകര തോമസ്.